നമസ്കാരം. ദാരിദ്ര്യവും യുദ്ധവും പട്ടിണിയും മാത്രം വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വരികയാണ്. ഒരു കാലത്ത് സഹായത്തിനായി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടിയിരുന്ന അഫ്ഗാൻ ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതും വെറും സാധാരണ സാധനങ്ങളല്ല, ആധുനിക ലോകം ഉറ്റുനോക്കുന്ന ബാറ്ററികളാണ്. ലിഥിയത്തിന്റെ സൗദി അറേബ്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അഫ്ഗാനിസ്ഥാൻ ലോക സമ്പദ് വ്യവസ്ഥയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ പോവുകയാണോ? ഈ മാറ്റത്തിന് പിന്നിലെ രഹസ്യം എന്താണ്? നമുക്ക് പരിശോധിക്കാം. സൗദി അറേബ്യയും UAEയെയും സമ്പന്നമാക്കിയത് അവിടുത്തെ മണ്ണിൽ നിന്നും ലഭിച്ച കറുത്ത സ്വർണം അഥവാ ക്രൂഡ് ഓയിൽ ആണെങ്കിൽ, അഫ്ഗാനിസ്ഥാന്റെ വിധി മാറ്റിയെഴുതാൻ പോകുന്നത് അവിടുത്തെ വെളുത്ത സ്വർണമാണ്. അതെ, ലിഥിയം. കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മൾ കേട്ടിരുന്നത് അഫ്ഗാനിലെ സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ചായിരുന്നു. താലിബാൻ അധികാരം ഏറ്റെടുത്തതോടെ രാജ്യം ഒറ്റപ്പെട്ടുവെന്നും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിയന്ത്രണം ഏർപ്പെടുത്തിയെന്നും പട്ടിണി രൂക്ഷമാണെന്നുമുള്ള വാർത്തകൾക്കിടയിലാണ് ഹെറാത്ത് പ്രവിശ്യയിൽ നിന്നും വിസ്മയിപ്പിക്കുന്ന ഈ വാർത്ത വരുന്നത്. 10 കണ്ടെയ്നറുകൾ നിറയെ അത്യാധുനിക ബാറ്ററികളുമായി അഫ്ഗാനിസ്ഥാന്റെ ട്രക്കുകൾ സൗദി അറേബ്യയിലേക്കും UAEയിലേക്കും യാത്ര തിരിച്ചിരിക്കുന്നു. ഇത് വെറുമൊരു കയറ്റുമതിയല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. എന്തുകൊണ്ടാണ് ലിഥിയത്തെ ഇത്ര പ്രാധാന്യത്തോടെ കാണുന്നത്? ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, പ്രത്യേകിച്ചും ലോകം ഇന്ന് ഉറ്റുനോക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ, ഇവയുടെ എല്ലാം ഹൃദയമെന്ന് പറയുന്നത് ലിഥിയം ബാറ്ററികളാണ്. വരും കാലത്ത് പെട്രോളിനേക്കാൾ വില ലിഥിയത്തിൽ ഉണ്ടാകുമെന്ന് ചുരുക്കം. 2010 അമേരിക്കൻ പട അഫ്ഗാനിസ്ഥാനിൽ അധിനിവേശം നടത്തിയിരുന്ന സമയത്താണ് അവിടുത്തെ മണ്ണിനടിയിലുള്ള ഈ മഹാശേഖരം തിരിച്ചറിഞ്ഞത്. ഏകദേശം $1,00,000 കോടി മൂല്യമുള്ള ലിഥിയം നിക്ഷേപം അഫ്ഗാൻ മണ്ണിലുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം അഫ്ഗാനിസ്ഥാനെ ലിഥിയത്തിന്റെ സൗദി അറേബ്യ എന്ന് വിശേഷിപ്പിച്ചത്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് മാത്രമല്ല, അയൽരാജ്യമായ താജിക്കിസ്ഥാനിലേക്കും അഫ്ഗാൻ വലിയ തോതിൽ കയറ്റുമതി ആരംഭിച്ചിട്ടുണ്ട്. ജിപ്സം, സിമന്റ് ഫാക്ടറികളിൽ ഉപയോഗിക്കുന്ന മെഷീനുകൾ എന്നിവയാണ് താജിക്കിസ്ഥാനിലേക്ക് അയക്കുന്നത്. ഏകദേശം 80 ദശലക്ഷം അഫ്ഗാനി കറൻസിയുടെ കരാറാണ് ഇതിനോടകം ഉറപ്പിച്ചു കഴിഞ്ഞത്. ഹെറാത്തും ഗസ്നിയും നൂരിസ്ഥാനും ഉൾപ്പെടെയുള്ള പ്രവിശ്യകൾ ഇന്ന് ഖനനത്തിന്റെയും ഉൽപ്പാദനത്തിന്റെയും കേന്ദ്രങ്ങളായി മാറുകയാണ്. പ്രാദേശിക വ്യവസായ പാർക്കുകളിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര വിപണിയിൽ എത്തുമ്പോൾ അഫ്ഗാൻ സാമ്പത്തികമായി കരുത്താർജിക്കുമെന്ന് ഉറപ്പാണ്. എന്നാൽ ഇതൊന്നും അത്ര എളുപ്പമുള്ളതായിരുന്നില്ല. ദശാബ്ദങ്ങളായി തുടരുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം അടിസ്ഥാന സൗകര്യങ്ങളുടെ വലിയ കുറവ് അഫ്ഗാനിസ്ഥാനിലുണ്ട്. കൃത്യമായ റോഡുകളോ ഖനനത്തിനുള്ള ആധുനിക യന്ത്രങ്ങളോ അവിടെ കുറവാണ്. ഇവിടെയാണ് ചൈനയുടെ കടന്നുവരവ്. ലിഥിയം ഖനനത്തിൽ കണ്ണുവെച്ച് ചൈന അഫ്ഗാനിസ്ഥാനിൽ വലിയ നിക്ഷേപങ്ങൾക്ക് തയ്യാറായി കഴിഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങൾ അഫ്ഗാനെ കൈവിട്ടപ്പോൾ ഈ ധാതു സമ്പത്ത് പ്രയോഗപ്പെടുത്തി ഒരു പുതിയ ഏഷ്യൻ സാമ്പത്തിക അച്ചുതണ്ട് രൂപപ്പെടുകയാണ്. ഇന്ത്യയും ചൈനയും അയക്കുന്ന ഭക്ഷണത്തിനും മരുന്നിനും വേണ്ടി കാത്തിരുന്ന ഒരു ജനത ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വിപണികളിലേക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. അഴിമതിയും ഭരണപരമായ അസ്ഥിരതയും മാറ്റി നിർത്തി തങ്ങളുടെ പ്രകൃതി വിഭവങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ അഫ്ഗാനിസ്ഥാൻ സാധിച്ചാൽ വരും ദശകങ്ങളിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായി അഫ്ഗാനിസ്ഥാൻ മാറിയേക്കും. ഭൂമിക്കടിയിലെ വെളുത്ത സ്വർണം അഫ്ഗാനിസ്ഥാന്റെയും അവിടുത്തെ ജനതയുടെയും തലവര മാറ്റിയേക്കും.